ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ UDF-ന് നേട്ടമുണ്ടായി. ഇത് കോൺഗ്രസിൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ലെന്ന് നമുക്കറിയാം. ഒരു പ്രതിഷേധമാണ് അല്ലേ സർക്കാരിനോടുള്ളത്. അപ്പോൾ അതിൽ കോൺഗ്രസ്സുകാർ കുറച്ച് അഹങ്കരിക്കുന്നുണ്ടോ എന്ന് സംശയം. കാരണം വയനാട്ടിൽ KPCCയുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ നടത്തി വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു കോൺഗ്രസിൽ ഭയങ്കര ഐക്യമാണ്, ഇനി വലിയ സംഭവമാണെന്നൊക്കെ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ KPCC പ്രസിഡൻ്റായ K. സുധാകരനും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ VD സതീശനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. അതായത് K. സുധാകരൻ പറയുന്നു അധികാരത്തിൽ കൈയിടാൻ വന്നു കഴിഞ്ഞാൽ കാലെ പിടിച്ച് കുത്തും എന്നുള്ള രീതിയിൽ. ഇനി VD സതീശൻ പറയുന്നു എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യ, എൻ്റെ അടുത്ത് കേന്ദ്രം പറഞ്ഞാൽ അല്ലെങ്കിൽ AICC പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെങ്കിലും ഈ കോൺഗ്രസ് നന്നാവുമോ? അല്ല, ആ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് കാര്യമായ പ്രസക്തിയില്ല. കാരണം കോൺഗ്രസ് ഇതേപോലെയാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. ജയിച്ച സമയത്തും തോറ്റ സമയത്തൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥിതി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാരെ കൂടി കവളം മടലിൽ തല്ലി. പക്ഷേ അദ്ദേഹം ജയിച്ചു. ഞാൻ പറഞ്ഞു ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്താലും ജയിക്കാനുള്ള സമയത്ത് അവർ ജയിക്കും, തോൽക്കാനുള്ള സമയത്ത് തോൽക്കും. കാരണം പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല ഇവർക്ക് ഭരണം കിട്ടുന്നത്. നേരത്തെ ഈ പ്രതിപക്ഷത്തിൻ്റെ അതായത് CPM ആണ് ഇവർക്ക് അധികാരം കൊണ്ടുപോയി തളിയിൽ കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം CPM-ൻ്റെ ഭരണം വളരെ മോശമായി ജനങ്ങളൊക്കെ അതിന് വെറുത്ത് കഴിയുമ്പോഴാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് ഉയർപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിത്തീരുന്നത്. കേരളത്തിൻ്റെ ഒരു സ്ഥിതി അതാണ് പലപ്പോഴും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യം നമ്മൾ പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് 28 ലക്ഷം ആളുകളാണ് അവർക്കെതിരായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മാറ്റം വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ മാറിയതിന് പല കാരണങ്ങളുണ്ടാകും. കാരണങ്ങൾ ഒരു കാരണമല്ല, ശരി, ഒരുപാട് കാരണങ്ങളുണ്ട്. ഏത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഇത്ര വലിയ മാറ്റം ഉണ്ടായി അവർക്ക് 18 സീറ്റുകൾ കിട്ടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത കേരള ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റേതാണ് എന്ന് അവർ സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നമാണ് അവരെ ഇത്തരത്തിലുള്ള വഴക്കുകളിലേക്ക് എത്തിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അധികാരം കിട്ടും. അധികാരം കിട്ടിയ പിന്നെ ആര് മുഖ്യമന്ത്രിയാണ്? അതിൻ്റെ തർക്കമാണ് സുധാകരനും സതീശനും തമ്മിൽ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇവരുടെ തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം കുറച്ച് ആളുകൾക്ക് മുമ്പാണല്ലോ മാധ്യമം ഒരു വലിയ പത്രസമ്മേളനം നടക്കുന്നു. അതെ അതെ. അപ്പോൾ മൈക്ക് രണ്ടുപേരും കൂടി മൈക്ക് ഇനി പിടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആര് സംസാരിക്കും? ഒന്നാമനാര് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉയരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല, അതിങ്ങനെ നിലനിൽക്കും. ഈ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നാമൻ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ ഈ തർക്കം തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ തോറ്റുപോകും എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇവർക്ക് ജയിക്കാം, തല്ലുപിടിച്ചാലും ജയിക്കാം. കാരണം എന്താണ്? അതിശക്തമായിട്ടുള്ള വെറുപ്പ് CPM ഭരണകൂടത്തിനോടുണ്ടെങ്കിൽ CPM-ന് ഭരണകൂടത്തിനോടുള്ള എതിർപ്പുകളെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള തിരുത്തലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, ക്ഷേമ പെൻഷനുകളെല്ലാം കുടിച്ചു തീർത്ത് കൊടുക്കും. അപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു കുടിശ്ശിക ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു പരാതിയല്ലാതായി തീരും. രണ്ടാമത്, ഇവരെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ വീട് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ടാക്സിൻ്റെ വർധന, ഭീകരമായ ടാക്സാണ് വർദ്ധിപ്പിച്ചത്. അത് പാർട്ടി നിർദ്ദേശം കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനം 50% കുറച്ചു. ശരി, അപ്പോൾ അങ്ങനെ കുറക്കാനായിട്ട് തയ്യാറായത് പാർട്ടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പാർട്ടി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഗവൺമെൻറ് അങ്ങനെ ചെയ്തു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, എല്ലാം പിണറായി തന്നെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തോറ്റു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ആ തിരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അവരിങ്ങനെ ഒരു വശത്തോടെ തിരുത്തി വരുന്നു. ഇവർ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടിച്ചടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ കാലത്ത് ആ തിരഞ്ഞെടുപ്പ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് തരിക. നിയമസഭയിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും. നമുക്കിവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, നല്ല രീതിയിൽ അടിയും ബഹളമൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഭരണം കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവർ യോഗം കൂടിയപ്പോൾ തീരുമാനിച്ചത് ഓരോ ജില്ലയിലും പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമല്ലോ. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവ്, അതായത് വി ഡി സതീശനെ കെ സുധാകരൻ ചുമതലപ്പെടുത്തിയെന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ വി ഡി സതീശൻ ചെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തോന്നി ഈ പ്രശ്നങ്ങൾ തുടക്കം. അപ്പോൾ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ സമാന്തരമായ പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ഈ KPCCയുടെ പ്രവർത്തനങ്ങളിൽ ഈ അദ്ദേഹം അമിതമായി ഇടപെടുന്നു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കേന്ദ്രം പറഞ്ഞാലേ ഞാൻ കേൾക്കും, എനിക്കിനിയൊന്നും പറയാനില്ല. ഇതിലെ കൊച്ചു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന പോലെയാണോ? ഇത്രയും മുതിർന്ന നേതാക്കളല്ലേ ഇവർ? അല്ല, ഇവരുടെ ഒരു വലിപ്പം അവർ തന്നെ എന്ത് ചെയ്യണം, ചെറുപ്പമാക്കി മാറ്റണം, കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും വലിയതല്ല എന്ന് സതീശനും അതേപോലെ സുധാകരനും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതിന് കൊച്ചു കുട്ടികൾ, അംഗൻവാടി കുട്ടികളാണ് രാഷ്ട്രീയത്തിൽ എന്ന നിലക്ക് അവർ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് ഇതിലൂടെ കാണുന്നത്. ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല അവർക്ക്. കുറച്ചും കൂടി ഇപ്പം നമുക്ക് ജ്യോതിബാസുവിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് അങ്ങേര് ഒരു കാലത്തും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കില്ല എന്നുള്ളത്. വളരെ മാന്യമായിട്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണോ പ്രവർത്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കരിസ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവർക്കും ഇതൊക്കെ ഉണ്ടാക്കാം. കാരണം ഇവരൊക്കെ ഭാവിയിലെ നമ്മുടെ നേതാക്കളാണ്. പ്രതിപക്ഷ നേതാവ് കുറച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി ആകാൻ പറ്റുന്ന തരത്തിൽ അവർ വലുതാകണം. അതിന് പകരം ഇപ്പോൾ ഈ കാണുന്ന തോണ്ടി എന്നുള്ളി എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഈ പരിപാടികൾ അതവർ നിർത്തേണ്ടതാണ്. അവരോടത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ ഇതുപോലത്തെ ഒരു വിഷയം ഉയർന്നു വന്നതാണ്. ശശി തരൂർ ഈ രംഗത്തേക്ക് വന്ന സമയത്ത് ശശി തരൂർ വെറുതെ വീർപ്പിച്ച ബലൂണാണെന്നും ഒരു സൂചിക്ക് കുത്തിയാൽ പൊട്ടിപ്പോവും എന്നൊക്കെയാണ് അന്ന് സതീശൻ പറഞ്ഞത്. അന്ന് തന്നെ സതീശന് അതുകൊണ്ട് ഭയങ്കര നഷ്ടമുണ്ടായതാണ്. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുകയാണ്. സമാന്തര പ്രവർത്തനങ്ങളുണ്ടാവാം. ഗ്രൂപ്പ് പ്രവർത്തനത്തിന് സമാന്തര പ്രവർത്തനം ആവശ്യമാണ്. അത് ഏത് പാർട്ടിയിലായി കഴിഞ്ഞാലും അങ്ങനെയാണ്. കോൺഗ്രസ്സിലാണെന്ന് വെച്ചാൽ വളരെ ശക്തമാണ്. അപ്പോൾ ഈ സമാന്തര പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ ചെറുക്കാൻ മറ്റ് വിഭാഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമല്ലോ, അവരങ്ങനെ വരുമല്ലോ. അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ DCCയുടെ നിയന്ത്രണം എനിക്ക് വേണമെന്ന് ഈ രണ്ട് നേതാക്കളും ആഗ്രഹിക്കാം. പിന്നെ ഇവരെ അനുകൂലിക്കുന്ന വേറെ കുറച്ച് ഇവർ രണ്ടുപേരും മാത്രമല്ല. ഇപ്പം മുരളീധരൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ. ആരൊക്കെ ഒറ്റുകാര് സമ്മേളനത്തിൽ നടക്കുന്ന വാർത്തകൾ, ഞാനില്ലാതിരുന്ന സ്ഥലത്ത് പോലും എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നു. ഞാനില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഇതിനകത്തുണ്ട്. ഈ ഇവർ തമ്മിലുള്ള മത്സരത്തിൽ, കിടമത്സരത്തിൽ ഇവരെല്ലാവരും ഉണ്ട്. ആ വാർത്തകളാണ് ഇവർ പുറത്തു കൊണ്ടുവരികയും അതേപോലെ തന്നെ അവരുടെ സാധ്യതകളെ അവർ പരസ്പരം തല്ലി തകർക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം കുറച്ച് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്നത്. മറ്റവരെ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് അവർക്ക് പറ്റിയിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകൾ മനസ്സിലാക്കി അവരുടെ ധാർഷ്ട്യവും അതേപോലെ തന്നെ അഴിമതിയും അഹങ്കാരവും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ഇവരുടെ കാര്യം കഷ്ടത്തിലാവും. അതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഇവർ വിജയിക്കും എന്ന് ഇവരും കരുതുന്നു, അതേപോലെ സമൂഹമൊക്കെ കരുതുന്നു എന്ന് കരുതാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇങ്ങനെ തന്നെ സംഭവിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും കിട്ടിയാണ്. അപ്പോഴും ഇവർ കരുതി കാണും അടുത്ത ഭരണം ഞങ്ങളുടേതാണ് എന്ന്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവർ തോറ്റുപോയി. അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അടിത്തറയിലാണ് പിന്നീട് നിയമസഭയിലേക്ക് എന്ത് ചെയ്ത് വീണ്ടും ഇടതുപക്ഷം വിജയിച്ചത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആ പ്രശ്നങ്ങളുണ്ടാകും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. അതാത് പ്രദേശത്ത് അല്ലെങ്കിൽ അത് ഒരു വാർഡിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് മികച്ചതായിട്ട് പ്രവർത്തനം നടത്തുന്ന, കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആരാണോ മത്സരിക്കാൻ വരുന്നത് അയാളാണ് ജയിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമാണ് അല്ലേ? അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അത് അവിടെ ഈ CPMൻ്റെ ടാക്ടിക്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോൺഗ്രസിൻ്റെ ടാക്ടിക്സിനെ മറികടക്കുന്ന, കോൺഗ്രസിന് ഈ തല്ലുകൊടുത്ത് അപ്പോഴും അതിനകത്തുണ്ടാവും. അങ്ങനെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പുട്ടപ്പ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതാണ് പ്രശ്നം. കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെ സംഭവിച്ചു. CPMന് ആ പ്രശ്നങ്ങളില്ല. കാരണം അതൊരു ഏക പാർട്ടി മേധാവിത്വ സ്വഭാവം പുലർത്തുന്നതും എന്താണ് ശരിക്കും പറഞ്ഞാൽ അൾട്രാ സെൻറ്ററിസം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഒരു തീരുമാനമെടുക്കും, അത് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സമയത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഓരോ വാർഡിലും പുട്ടപ്പ് ചെയ്യുമ്പോൾ അവർ ജയിക്കും. അവർ ജയിച്ചു കഴിയുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ശരിക്കും CPMകാരൊന്നും ആവണമെന്നില്ല. അങ്ങനെയുള്ള പല ആളുകളും പിടിച്ചു നിർത്തി അവർ ജയിപ്പിച്ചു കഴിയുമ്പോൾ ആ ജയിച്ച വ്യക്തിയും അവരുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ആൾക്കൂട്ടവും ഇടതുപക്ഷത്തെ സഹായിക്കുന്ന ഒരാൾക്കൂട്ടമായിട്ട് മാറും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് കൊണ്ട് അതിനെ അളക്കുന്നത് തെറ്റായിത്തീരും. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 19 പേരാണ് UDF നിന്ന് വിജയിച്ചത്. പക്ഷേ ഇനി ഒരു 5 വർഷം കഴിയാതെ കേന്ദ്രത്തിൽ ഒരു UPAക്കോ അല്ലെങ്കിൽ ഈ 18 പേരെ അപ്പോൾ കോൺഗ്രസിന് അങ്ങോട്ടൊരു അധികാരം കിട്ടാൻ സാധ്യല്ല. അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹം ഇനി കേരളത്തിൽ നിൽക്കണം. അപ്പോൾ ഒന്നുകിൽ MLA ആകണം, അല്ലല്ലോ മന്ത്രിയാകണം, അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ MP സ്ഥാനം കളഞ്ഞാൽ പോലും ഈ മന്ത്രിയാകണം. ഇതൊക്കെ ആയിരിക്കില്ലേ. അപ്പം ഈ VD സതീശനാണ് കൂടുതൽ സാധ്യത, അതല്ല പഴയ രമേശ് ചെന്നിത്തലയുണ്ട്, അതല്ല മുരളീധരന് സാധ്യതയുണ്ട്, അതല്ല ശശി തരൂരാണ് നല്ല നേതാവ്. അപ്പോൾ ഇവരുടെ എല്ലാ ഉള്ളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി മന്ത്രി സ്വപ്നങ്ങളല്ലേ നിലനിൽക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഉള്ള അവരുടെ പ്രശ്നം അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റേതായിരിക്കും. ആ മുഖ്യമന്ത്രി ഞാനാകണം എന്ന രീതിയിൽ അവർ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ കലഹമായിട്ട് നമ്മൾ കാണുന്നത്. ആ കലഹം മാറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവരുടെ അധികാര ആർത്തി എന്ന് പറയുന്നത് കടിഞ്ഞാണിടാൻ, അധികാരാർത്തി വേണ്ടെന്ന് നമ്മൾ പറയുന്നത് അത് വേണം. പക്ഷേ അത് കടിഞ്ഞാണിടുകയും അത് പൊതിഞ്ഞു വെക്കുകയും എന്നിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ മനുഷ്യരുടെ മുമ്പിൽ പരസ്പരം പെരുമാറുകയൊക്കെ ചെയ്യേണ്ടതൊരാവശ്യമാണ്. അതില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമെന്നേ പറയാനുള്ളൂ. നമ്മളൊരു 10-20 വർഷത്തെ മാത്രം കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു AK ആന്റണി, K കരുണാകരൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഇങ്ങനെയൊക്കെയുള്ള നേതൃത്വത്തിൽ പൊതുസമൂഹം അംഗീകരിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്ന നേതാക്കൾ ഇപ്പോഴുണ്ടോ? നിലവിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതില്ലാതാവുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ VD സതീശനൊക്കെ നിയമസഭയിൽ നല്ല പെർഫോമറാണ്. പക്ഷേ പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നല്ല പെർഫോമർ അല്ല എന്നാണ് നമ്മൾ ഈ തർക്കങ്ങളൊക്കെ കാണുമ്പോൾ, അതുപോലെ പിണക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലായി. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലേ? ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമല്ല, ഇവരെക്കാളൊക്കെ താൻ മുകളിലാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഇപ്പോൾ സുധാകരനും ഈ പ്രശ്നം വരുന്നുണ്ട്. കാരണം സുധാകരൻ എന്നെ പലതരത്തിലും അവരിൽ മേധാവിത്വം ഉണ്ടെങ്കിലും അദ്ദേഹം ഇടക്കിടക്ക് കാണിക്കുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാക്ക് പിഴവുകൾ എന്നൊക്കെ പറയുന്ന അയാളെ വീണ്ടും താഴേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾ അതുമായിട്ടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാകരനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സതീശൻ എന്താണ് സുധാകരനെതിരെ ആണ് നിൽക്കുന്നത് എന്നുള്ള ഫീലിംഗ് ആണ് ഇപ്പോൾ പൊതുവെ വരുന്നത്. ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. കാരണം ഇവർ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഫീലിംഗാണ് ഇവർ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്. അവരൊരുമിച്ച് നിൽക്കണമെന്നില്ല ഉള്ളിൽ. അവരുടെ കാര്യം നോക്കാം. അതെ, ഇടയ്ക്ക് ഈ ലീഗുകാർ ഈ ശശി തരൂരിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ അവർ തന്നെ മടുത്തിട്ടിട്ടേച്ച് പോയി. ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തരൂരോ മുരളിയോ ചെന്നിത്തലയോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു വളർച്ച ഉണ്ടാവുമോ അടുത്ത ഒരു നിയമസഭ? അല്ല, ഇപ്പോൾ അങ്ങനെയുള്ളൊരു വളർച്ചയുടെ സാധ്യത വളരെ കുറവാണ് ഇനി. കാരണം ആ സാഹചര്യം അന്നതിങ്ങനെ ബൂം ചെയ്ത് വന്നു എന്നല്ലാണ്ട് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്നാണ് മാറുന്നത്. ഇപ്പോൾ അന്ന് തരൂരിനുണ്ടായിരുന്ന ഒരു ആംബിയർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ അത് തിരിച്ചു വരാം. അതൊക്കെ തിരിച്ചു വരാതെ ഇരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം, ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവർ പെരുമാറേണ്ടത് ആവശ്യമാണ്. അവർ പക്ഷേ ഈ പറഞ്ഞ നേരെ അവരുടെ തന്നെ ഇമേജ് ഇടിച്ചു പൊളിച്ച് കൊടുത്ത് മറ്റുള്ളവർക്ക് വരാനായിട്ടുള്ള വഴിയൊരുക്കി കഴിഞ്ഞാൽ അയ്യോ കഷ്ടം എന്നേ നമുക്കതൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺഗ്രസ് തമ്മിലടി ഒഴിഞ്ഞ ഒരു നേരം ഇപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം? അല്ല, അത് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ആ പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത് ഉള്ളിലാക്കി വെക്കുകയും പുറത്തേക്കത് പ്രകടമാക്കാതിരിക്കാനായിട്ട് കഴിയുകയും ചെയ്താലാണ് നേതൃത്വപരമായിട്ടുള്ളൊരു വിജയം ഇവർക്കുണ്ടാകുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.